വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടി ഡബിൾ ഗെയിം കളിക്കാൻ പോയ രാജൻ ബാബു മൂലം സുധീരൻ മുതലുള്ള UDF-കാരുടെ ആകെ മാനം പോകുമെന്ന അവസ്ഥയാണ്. ഉമ്മൻചാണ്ടി BJP-യിലേക്കിട്ട പാലം എന്നാണല്ലോ രാജൻ ബാബുവിനെ കുറിച്ചുള്ള കഥ. എന്തായാലും സുധീരൻ കടുത്ത നിലപാടിലേക്ക് പോകും എന്ന് തോന്നിയതുകൊണ്ട് രാജൻ ബാബു മാപ്പ് പറഞ്ഞ് തടിയുരുകയാണ്. ഭയങ്കര വക്കീലാണെന്ന മട്ടിൽ ആലുവ പോലീസിനടുത്തേക്ക് കോട്ടുമിട്ട് പോയി വെള്ളാപ്പള്ളിക്ക് ജാമ്യമെടുത്തു കൊടുത്ത ആ പരിപാടി തെറ്റായിപ്പോയി എന്ന് രാജൻ ബാബു പ്രഖ്യാപിച്ചു. ഇനിയുള്ള കാലം മാപ്പ് തന്ന് UDF-ൽ തന്നെ തുടരാൻ അനുവദിക്കണം എന്നതാണ് അപേക്ഷ. എന്തായാലും സുധീറിനെ പേടിച്ച് രാജൻ ബാബു നടത്തിയ മലക്കം മറിച്ചിലും ഒരു നാടകമാണോ എന്നാണ് അടുത്ത ചോദ്യം. ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആരെങ്കിലും മാറി പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം UDF-ലല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്ന അവര് പറയുന്നേ. പോലീസിനെ വിളിക്കാൻ ടൗണിലേക്ക് ആള് പോയിട്ടുണ്ട്. മല്ലിക്കെട്ടുന്നൊരു പോലീസുകാരനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? തല്ലി കൊന്നാൽ പോലും അയാളോട് ആരും ഒന്നും ചോദിക്കില്ല. ഉടനെ സ്ഥലം വിട്ടോണം. മേലിൽ ഈ കാട്ടിൽ കണ്ടുപോരുന്നാ പറയുന്നത്. തടി ചീത്തയാണ്ടെങ്കിൽ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞു. അഴിച്ചുവിട്. അനുഗമിക്കൂ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള UDF നേതാക്കന്മാരുടെ പരാതി പരിശോധിക്കുക. അത് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഉള്ള തിരിച്ചറിവ്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൽ വീഴ്ച പറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് UDF-ന് കൃത്യമായ ഒരു നയമുണ്ട്, നിലപാടുണ്ട്. ആ നയത്തിൽ നിന്നുകൊണ്ട്, നിലപാടിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ആര് നീങ്ങിയോ അവർക്ക് UDF-ൽ സ്ഥാനമില്ല. ചതിയൻ സാറിന് കണ്ണ് കാണാന്നൊരു വാക്കനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ കെട്ട് നിൽക്കുമായിരുന്ന. ഞാൻ ഊരാൻ പോവാ. എന്ത് വൃത്തിയാണ്? എല്ലാ വൃത്തികേടും നേരത്തെ കണ്ടില്ലേ? എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്. രാജൻ ബാബുവിന്റെ നടപടി ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ അതെന്ത് വേണം എന്നുള്ളത് UDF കൂട്ടായി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ചെയ്ത നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ എന്ത് വേണമെന്നുള്ളത് കൂട്ടായിട്ട് ആലോചിച്ച് എല്ലാം കൂടി തീരുമാനിക്കും. ഞങ്ങൾ ഒരുപാട് സാറിന്റെ മുന്നിൽ കിടന്ന് ആദോ ഹവയും കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ണിയേശുവിന്റെ കുസൃതികളായി കണ്ട് എന്നോട് സാർ ക്ഷമിക്കണം. എന്റെ ഉണ്ണിക്കണ്ണ ഞാനൊന്നും കണ്ടിട്ടില്ല. കണ്ടു. പിന്നെ എന്നെ സാർ ചതിക്കാൻ നോക്കുക. BDJS-ഉമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. മറ്റ് യാതൊരു പാർട്ടികളുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ UDF വിടുന്നു എന്നുള്ള വാർത്ത തന്നെ അടിസ്ഥാനരഹിതമാണ്. അത് എന്തോ അടിസ്ഥാനരഹിതമാണെന്നുള്ളതാണ് എൻ്റെ പറയുക. അങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഞാൻ എന്നും UDF-ന്റെ അടുത്ത സുഹൃത്താണ്. UDF ദുർബലമാകുന്ന യാതൊരു നടപടികളുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൂടാതെ കേരളത്തിലെ മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് അന്താരാഷ്ട്ര സമയപ്രകാരം തയ്യാറാക്കിയ വേൾഡ് മാപ്പ് അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൽ വീഴ്ച പറ്റി ആരന്റെ കാലത്ത് വാതിക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത് തെണ്ടി. എടാ ഷവി, UDF-ൽ തുടരണമെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അതാണ് പൊതുവെയുള്ള അഭിപ്രായം. അത് തന്നെയാണ്. ഇത് ആ മാപ്പല്ല, ഈ മാപ്പ്. ഇത് ലോകമാപ്പ്. ലോകം മുഴുവൻ മാപ്പുകാരെ എന്ത് തെറ്റാ നീ ചെയ്തു? ഞാൻ അദ്ദേഹത്തോടൊപ്പം ഈ സാഹചര്യത്തിൽ അനുഗമിക്കേണ്ടതില്ലായിരുന്നു. അത് ഒരു വീഴ്ചയായി തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ ജാഗ്രത അത്തരം കാര്യങ്ങളിൽ പുലർത്തുകയും ചെയ്യും. UDF-ന്റെ താല്പര്യത്തിനോ UDF നയത്തിനോ വിരുദ്ധമായി വരുന്ന കേസുകളിൽ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കക്ഷിയായി വരുന്ന ഘട്ടങ്ങളിൽ നിന്ന് അതുമായി ബന്ധമില്ലാതെ നിൽക്കും. അമ്പട കോരിങ്ങേ, കാലത്തെ തന്നെ നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വന്നതാണല്ലേ? ഇത് കേരള മാപ്പ്, ഇത് വേൾഡ് മാപ്പ്, ഇത് കണ്ടോ, ഇത് അമേരിക്കൻ മാപ്പ്. രാജൻ ബാബുവിന്റെ മാപ്പ് പറച്ചിലിൽ വല്ല ആത്മാർത്ഥതയുമുണ്ടോ? അതൊരു വക്കീൽ കുബുദ്ധിയാണ് എന്ന് ചിരകാല ശത്രുവും സ്വന്തം പാർട്ടിക്കാരനുമൊക്കെയായ KK ഷാജു കണ്ടെത്തി കളഞ്ഞു. പക്ഷെ എനിക്കിതൊരു അഭിഭാഷക ബുദ്ധിയിലെ ഒരു ഗൂഢാലോചനയാണോ എന്ന് എനിക്കൊരു സംശയമില്ലായില്ല. ഞാൻ തുറന്നു പറയാം നിങ്ങളോട്. എൻ്റെ ബുദ്ധിയാണോ അദ്ദേഹത്തിൻ്റെ ഗൂഢബുദ്ധിയാണോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും ഈ UDF-കാർ നമ്മളെ നിർത്തുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വഴി നോക്കാം എന്നുള്ള ഒരു കെണി അതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഘടകകക്ഷി നേതാക്കളും ഇതുപോലെ പരസ്യമായി പറഞ്ഞിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത്രയും പോരായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച SNDP-യുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള നിലയിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അഭിപ്രായം അവിടെ പ്രകടിപ്പിച്ച് ആ ബന്ധം
എന്നേക്കുമായി അവസാനിപ്പിച്ച് UDF മുഴുവൻ ഘടകകക്ഷികളുടെയും നേതാക്കന്മാരുടെയും വിശ്വാസം ആർജിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് പക്ഷേ ഉണ്ടായിട്ടില്ല. തീരുമാനമാണെന്ന് പറഞ്ഞത് ഏത് പാർട്ടിയുടെ തീരുമാനം? പാർട്ടി ഇതാണ്, ഇതിൻ്റെ സെൻറ്റർ ഇതാണ്, സെക്രട്ടേറിയറ്റ് ഇതാണ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഇതാണ്. ഇവിടെ ഒന്നടങ്കം എന്നോടൊപ്പം നിൽക്കുകയാണ്. പക്ഷെ എനിക്കിതൊരു ഔഭാഷക ബുദ്ധിയിലെ ഒരു ഗൂഢാലോചനയാണോ എന്ന് എനിക്കൊരു സംശയമില്ലായില്ല. ഞാൻ തുറന്നു പറയാം നിങ്ങളോട്. ഷാജുവിനെ ഞങ്ങൾ ഉൾക്കൊണ്ടുതന്നെയാണ് പോകുന്നത്. ഷാജുവിനെ ഞങ്ങൾ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ നടപടി പാർട്ടിയിൽ ആലോചിക്കാതെ ഒറ്റയ്ക്കുള്ള പരസ്യ പ്രസ്താവന ഒരു സംഘടന എന്നുള്ള നിലയിൽ. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. രണ്ട് വള്ളത്തിലുണ്ടെങ്കിലല്ലേ ഈ പ്രശ്നമുള്ളൂ. SNDPയോട് പിന്നെ കോൺഗ്രസിന് വിരോധമുണ്ടോ? SNTrustനോട് വിരോധമുണ്ടോ? 7000 ശാഖകളും 24 ലക്ഷം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എല്ലാ പാർട്ടികളും ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്നത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ഇനിയും രാജൻ ബാബുവിന്റെ ആത്മാർത്ഥതയിൽ സംശയമോ? പണ്ട് 1 കോടി വാഗ്ദാനമുണ്ടായിട്ടും UDF വിട്ടുപോകാത്ത KR ഗൗരിയമ്മയെ പോലും വേർപിരിഞ്ഞ രാജൻ ബാബുവിന് ഇനിയും സംശയമോ? ആന്റണി മന്ത്രിസഭയെ മറിച്ചിടുന്നതിന് 1 കോടി രൂപയും മന്ത്രിസ്ഥാനവും ഓഫർ ചെയ്തിട്ട് ഞങ്ങളതിന് UDFനെ കാത്തുരക്ഷിക്കാനായിട്ട് നിന്നവരാണ്. അങ്ങനെ ചെറിയ പാർട്ടിയാണെങ്കിലും പല വലിയ സന്ദർഭങ്ങളിൽ ഞങ്ങൾ അതിനോടൊപ്പം നിന്നിട്ടുണ്ട്. UDFൽ ഗൗരിയമ്മയുമായി പിളർന്നു പോരാൻ തന്നെ എന്താ കാരണം? ഒരു നയത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിപ്പം അവർ തീരുമാനങ്ങൾ പിന്നെ ഉള്ള കാര്യങ്ങൾ എന്തായാലും UDF ഗൗരിയമ്മയായിട്ട് പോലും, കാരണം 954 മുതൽ കുടുംബ ബന്ധമുണ്ട്. എൻ്റെ പല ഉയർച്ചയ്ക്കും ഗൗരിയമ്മ കാരണക്കാരിയാണ്. എന്നെ അഭിഭാഷക വൃത്തിയിൽ ഈശ്വരീയരോടൊപ്പം കൊണ്ടാക്കുന്നത് ഗൗരിയമ്മയാണ്. പക്ഷെ പാർട്ടിയിലെ ഒരു നയം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആത്മാർത്ഥതയൊക്കെ തിരിച്ചറിഞ്ഞാൽ തന്നെ അണികൾ രാജൻ ബാബുവിന്റെ കൂടെ ഉണ്ടോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി ഭാരവാഹികൾ സ്വയം ഹാജർ വിളിച്ച് വരവ് വച്ചു. സ്വന്തം സ്ഥാനം പോലും കൃത്യമായി അറിയാത്ത ഭാരവാഹികൾ. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പിന്നെ സഖാവ് ജയൻ ഇടുക്കിയിലെ സംസ്ഥാന സെക്രട്ടറിയാണ് ജയൻ. ഇടുക്കിയിൽ നിന്നുള്ള ഓരോരുത്തരും ഞാൻ പ്രേംപുഷ സംസ്ഥാന സെക്രട്ടറി കൊല്ലം. സെക്രട്ടറി അംഗം ഞാൻ പൊന്നപ്പൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ്. എൻ്റെ പേര് ബാലരാമൻ സുരേന്ദ്രൻ. ഞാൻ സുധാകരൻ പള്ളത്ത് സംസ്ഥാന സെക്രട്ടറി. സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള വിവരം പറ. 2, 4, 6, 7 പേര്. ആകെ മൊത്തം 7 പേരാണ്. പറഞ്ഞത് കേട്ടില്ലേ? പാർട്ടിയുടെ സ്ഥിതിയും അങ്ങനെ തന്നെ. 7 എല്ലാവർക്കും വേണ്ടി രാജൻ ബാബു അങ്ങ് മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞാൽ തീരുമെങ്കിൽ തീരട്ടെ എന്ന് വെള്ളാപ്പള്ളിയും കണക്കു കൂട്ടുന്നു. അങ്ങനെ രാജൻ ബാബു തൽക്കാലം UDFൽ തുടരുകയും വെള്ളാപ്പള്ളിയുടെ ഒരു എർത്തായി നിൽക്കുകയും ചെയ്യട്ടെ എന്ന്. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് ദില്ലി യാത്ര. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഈ മീറ്റിംഗ് തന്നെ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞത്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. പിടയുന്ന മാനിന്റെ നൊമ്പരം കാണുമ്പോൾ അലിയുന്ന മിഴിയെവിടെ, തണൽ മരം തേടുന്ന കിളിയുടെ സങ്കടം അറിയുന്ന കൂടെ വിടെ.